നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് സന്തോഷ വാർത്തയാണ് വന്നെത്തിയിരിക്കുന്നത്. 22 മുതൽ ധൈര്യമായി പറക്കാം. ഒടുവിൽ ഇന്ത്യക്ക് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുകയാണ് ബ്രിട്ടൻ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച കോവാക്സിന് ബ്രിട്ടൻ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കോവാക്സിന് ബ്രിട്ടനും അംഗീകരിച്ചിരിക്കുന്നതെന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. വാക്സിൻ എടുത്തവർക്ക് ഈ മാസം 22 മുതൽ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. ഇവർക്ക് ക്വാറന്റൈൻ ഒഴിവാക്കിയെന്നും ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ അലക്സ് എല്ലിസ് അറിയിച്ചിട്ടുണ്ട്. അടുത്തിടെ ഒമാനും ഓസ്ട്രേലിയയും വാക്സിന് അംഗീകാരം നൽകിയിരുന്നു. ഡെൽറ്റ വകഭേദത്തിനെതിരെ വാക്സിൻ 70% ഫലപ്രദമാണെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചിരുന്നു. കോവിഷീൽഡ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും അധികം പേർ സ്വീകരിച്ചത് കോവാക്സിനാണ്. അനുകൂല തീരുമാനം ഉണ്ടായതോടെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ UK-യിൽ പ്രവേശിക്കാനുള്ള ഇന്ത്യക്കാരുടെ കടമ്പകൾ കുറഞ്ഞിരിക്കുകയാണ്. നവംബർ 22-ന് പുലർച്ചെ 4 മണി മുതൽ തീരുമാനം നിലവിൽ വരും. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് ആശ്വാസകരമാകുന്നതാണ് ഈ തീരുമാനം. ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള കൂടുതൽ പേർ UK-യിൽ എത്തുന്ന സാഹചര്യമുണ്ടാവും. കോവിഷീൽഡ് വാക്സിന് നേരത്തെ ബ്രിട്ടൻ അംഗീകാരം നൽകിയിരുന്നു. ചൈനയുടെ സിനോവാക്, സിനോഫോം വാക്സിനുകൾക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. കോവിഡ് കേസുകൾ ഉയർന്ന തോതിൽ റിപ്പോർട്ട് ചെയ്ത ഇന്ത്യയിൽ കൂടുതൽ പേരിൽ കുത്തിവെച്ച രണ്ടാമത്തെ വാക്സിനാണ് കോവാക്സിൻ. കോവാക്സിന് ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകിയതാണ് UK ഇപ്പോൾ കോവാക്സിന് അംഗീകാരം നൽകാൻ ഇപ്പോൾ UK സർക്കാരിനെ പ്രേരിപ്പിച്ചത്. ലോകാരോഗ്യ സംഘടനയുടെ സാങ്കേതിക ഉപദേശക സംഘമാണ് ഭാരത് ബയോടെക്കിന്റെ കോവാക്സിന് അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി നൽകിയത്. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് കോവാക്സിൻ ഉപയോഗിക്കാനാണ് അധികൃതർ അനുമതി നൽകിയത്. ലോകാരോഗ്യ സംഘടനയുടെ സ്വതന്ത്ര ഉപദേശക സമിതിയായ ടെക്നിക്കൽ അഡ്വൈസറി ഗ്രൂപ്പാണ് കോവാക്സിന്റെ എമർജൻസി യൂസേജ് ലിസ്റ്റിംഗ് സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുത്തത്. കോവാക്സിൻ എടുത്തവർക്ക് ഘട്ടം ഘട്ടമായി മാത്രമേ അനുമതി നൽകൂവെന്നായിരുന്നു ബ്രിട്ടന്റെ നേരത്തെയുള്ള നിലപാട്. കഴിഞ്ഞ ജൂലൈയിലാണ് ആഗോള അംഗീകാരത്തിന് നിർമ്മാതാക്കളായ ഭാരത് ബയോടെക് അപേക്ഷ സമർപ്പിച്ചത്. പിന്നീട് ചേർന്ന ലോകാരോഗ്യ സംഘടനയുടെ വിദഗ്ധ സമിതി പരീക്ഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ കമ്പനിയിൽ നിന്ന് തേടിയിരുന്നു. ഇതുകൂടി പരിശോധിച്ചാണ് അടിയന്തര ഉപയോഗത്തിനുള്ള അന്തിമ അംഗീകാരം ലഭിച്ചത്. ബ്രിട്ടന്റെ അനുകൂല തീരുമാനം ഉണ്ടായതോടെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ UK-യിൽ പ്രവേശിക്കാനുള്ള പ്രവാസികളുടെ കടമ്പകൾ കുറഞ്ഞിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.